ഹായ് ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് എന്തോ ഒരു കാരണത്താൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഡിസ്കണക്റ്റ് ആയി. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ആ വ്യക്തിയിലേക്ക് തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നു, ആ റിലേഷൻഷിപ്പ് വീണ്ടും ഒന്ന് പുനരാരംഭിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള തോന്നലുകൾ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് കുറച്ച് കാരണങ്ങളുണ്ട്. സോ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മെച്യൂരിറ്റിക്ക് അനുസരിച്ചിട്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കാറ്. ഏജ് എന്ന് പറയുന്നത് ഒരാളുടെ മെച്യൂരിറ്റി അളക്കാനുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഓരോ ആളുകളും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിട്ട് വന്നിട്ടുള്ള ഓരോ സന്ദർഭങ്ങൾ, ഓരോ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ആളുകൾ മെച്യൂർഡ് ആവുന്നതും മെച്യൂർഡ് അല്ലാതാവുന്നതും. അതുകൊണ്ട് മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി, അത് ബ്രേക്കപ്പ് ആയി, അത് ഡിസ്കണക്റ്റ് ആയി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാതെ വീണ്ടും വീണ്ടും അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത് പലപ്പോഴും മെച്യൂരിറ്റി ബേസിലാണ്. ചില ആളുകൾ ലൈഫിനെ വളരെ സീരിയസ് ആയി നോക്കിക്കാണുന്ന ആളുകളുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ടെൻഡൻസി ചിലപ്പോഴെങ്കിലും അവർക്ക് കുറവായിരിക്കും. എന്നാൽ ആ വ്യക്തിയുമായിട്ട് ഇമോഷണലി കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകൾ ആ റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കും. സോ മെച്യൂരിറ്റി ലെവൽ എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. ഒന്നാമത്തെ റീസൺ അല്ലെങ്കിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മെച്യൂരിറ്റിയാണ്. രണ്ടാമതായി ആ റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ജസ്റ്റ് ഫ്രണ്ട്സായി നിലനിൽക്കാം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ പ്രസൻസ് ആവശ്യമുണ്ട്, ജസ്റ്റ് ഫ്രണ്ടായിട്ട് മതി, ഇങ്ങനെയുള്ള ടോക്കുകൾ നിങ്ങൾക്കിടയിൽ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും ഒരു റീസൺ ആണ്. ഇനിയും ആ റിലേഷൻഷിപ്പ് ഒന്നുകൂടി, ആ ചാപ്റ്റർ ഒന്നുകൂടി തുറക്കാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ഒന്നുകൂടി ശ്രമിച്ചാലോ എന്നുള്ളൊരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ആണ്. അതായത് ആ വ്യക്തി ഇപ്പം എൻ്റെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടായിട്ട് തുടരാം, ഇങ്ങനെയുള്ള സംഭാഷണങ്ങളോ അങ്ങനെയുള്ള സിറ്റുവേഷനോ ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇതും മറ്റൊരു റീസൺ ആണ്. തേർഡ് റീസൺ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചിന്തയാണ്. ആ വ്യക്തിയേക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയെ ഇനി ഞാൻ കണ്ടെത്തില്ല, അല്ലെങ്കിൽ എനിക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നൊരു തോന്നൽ. ഇത് ചില ആളുകളുടെ കേസിൽ വർക്കാവുന്നുണ്ടായിരിക്കാം, പക്ഷേ എല്ലാ ആളുകളുടെ കേസിലും ഇങ്ങനെയാണ് എന്ന് പറയാനും സാധിക്കില്ല. അതൊരു പക്ഷേ നിങ്ങളുടെ ആ സമയത്തെ തോട്ടായിരിക്കാം. ചില ആളുകൾ ആ തോട്ടിൽ തന്നെ നിലനിൽക്കാറുണ്ട്, ചില ആളുകൾ കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാലും അതിൽ നിന്നും ഓവർകം ചെയ്യാറുമുണ്ട്. സോ ഈ ഒരു തോട്ട് നിങ്ങളെ വീണ്ടും വീണ്ടും ആ റിലേഷൻഷിപ്പിലേക്ക് മടങ്ങിപ്പോവാൻ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വീണ്ടും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നിങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. എനിക്ക് ആ വ്യക്തിയേക്കാൾ കൂടുതൽ മികച്ച അല്ലെങ്കിൽ എനിക്ക് അനുയോജ്യമായിട്ടുള്ള വേറൊരു വ്യക്തി എനിക്ക് കണ്ടുമുട്ടാൻ സാധിക്കില്ല എന്ന തോന്നൽ. മറ്റൊരു റീസൺ അഫ്രൈഡ് ഓഫ് എലോൺ, അതായത് ഒറ്റയ്ക്ക് ഇരിക്കാനോ ഒറ്റയ്ക്ക് ലൈഫ് ലീഡ് ചെയ്യാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പേടിയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ലൈഫിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആ വ്യക്തിയില്ലാതെ എന്നെ കൊണ്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ പല ആളുകളുടെയും മനസ്സിലുണ്ട്. ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർക്കും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് മടങ്ങി പോകാനുള്ള അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്ന ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. മറ്റൊരു റീസൺ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്ന ആളുകളാണ്. ഒരു പക്ഷേ റിയാലിറ്റി അതാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടും പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത ആളുകളുണ്ടായിരിക്കും. ബ്രേക്കപ്പ് ആയി, ഓക്കെ, പക്ഷേ ആ വ്യക്തി എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഞാൻ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കണക്ഷൻ ഉണ്ട്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷെ ആ വ്യക്തികൾ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്ത ആളുകളല്ല. അതുകൊണ്ട് തന്നെ ഒരു മാറ്റത്തിന് തയ്യാറല്ല എന്നൊരു മാനസികാവസ്ഥ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഇവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. സോ ഇങ്ങനെയുള്ള ആളുകൾക്കും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ വീണ്ടും അതിലോട്ട് തന്നെ തിരിച്ചു പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഫൈനലി ആ വ്യക്തിയുടെ ഇമോഷൻസിനെ കറക്റ്റായി മനസ്സിലാക്കാതിരിക്കുകയും അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സുമായിട്ട് ഒത്തിണങ്ങി പോകാനോ സാധിക്കാത്ത ആളുകളുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കും ഇത്തരത്തിൽ പുറകോട്ട് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വീണ്ടും പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഒരു പക്ഷെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. നമുക്ക് സൈലൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇങ്ങനെയുള്ള ഇമോഷൻസിനെയോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരമായിരിക്കും ഇത്. പക്ഷെ ഇതിനുള്ള യാതൊരുവിധ മാനസികാവസ്ഥയും ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടൊരു മുൻകൈ എടുക്കുകയും ഇല്ല. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിലും
അത്തരത്തിൽ വീണ്ടും വീണ്ടും പുറകോട്ട് പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്ന് അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും വീണ്ടും അതിലോട്ട് തന്നെ പോകാനുള്ള ടെൻഡൻസി കൂടുന്നത്. സോ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്